അതാ അങ്ങാടികളിൽ കവലപ്രസംഗങ്ങൾ നടത്തി, കോഡ് വർക്കുകൾ നടത്തി, വീടുകളിലൂടെ കയറി ചെന്നിട്ട് ഒക്കെ ഞങ്ങളിത് പറഞ്ഞു നാഥാ, ഇത് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ പറഞ്ഞുവെന്ന് അവര് അള്ളാഹുവിന്റെ അടുത്തൊരു എതിർ ബോധിപ്പിക്കാൻ, ഒരു കാരണം ബോധിപ്പിക്കാനുള്ള ഒരു അവസരമായി ഇത്തരം ദഅവത്ത് പ്രവർത്തനങ്ങളെ മുജാഹിദ് പ്രവർത്തകരെ ഞാനും നിങ്ങളും സ്വീകരിക്കണം എന്നോർമ്മപ്പെടുത്തി, ത്യാഗം ചെയ്യാത്തവർക്കൊന്നും അള്ളാഹുവിന്റെ അടുക്കൽ ഒരു നന്മയുമില്ല എന്ന കാര്യം നമ്മളെല്ലാവരും നമ്മളെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, ഇത്തിരി ചുളിയാത്ത വസ്ത്രങ്ങളും ധരിച്ച് വെറുതെ സ്വർഗത്തിലേക്ക് കടന്നു പോകാം എന്ന ധാരണയുമായിട്ട് ജീവിക്കുന്നവർക്ക് മുന്നിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ പോലെ ജീവിതം കൊടുത്ത് സ്വർഗം നേടിയ പ്രവാചകാനുചരന്മാരെ സൃഷ്ടിക്കാൻ ഇനിയൊരു ഇബ്നു മസ്ഊദിനെയും ഇനിയൊരു ഉമർ ഇബ്നു ഖത്താബിനെയും ഇനിയൊരു അബൂദറിനെയും ഇനിയൊരു അബൂബൈദമാരെയൊക്കെ ഈ സമൂഹത്തിന് സംഭാവന ചെയ്യാൻ കഴിയുന്ന ആദർശശാലികളായി മാറാൻ ഈ ഒരു പഠന സംരംഭങ്ങൾ നമുക്ക് ഉപകരിക്കുമാറാകട്ടെ. നിങ്ങൾക്കറിയോ, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ കുറിച്ച് 2 മിനിറ്റിൽ ആ കാര്യം പറഞ്ഞ് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കാം. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വളരെ ദുർബലനായ പ്രവാചകന്റെ സ്വഹാബി, വളരെ ഉയരം കുറഞ്ഞ പ്രവാചകന്റെ അനുചരൻ, വളരെ ദുർബലനായിരിക്കുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചകന്റെ ദാറുൽ അർഖമിൽ, മക്കയിലെ പ്രവാചകന്റെ ഓഫീസായിരുന്ന ദാറുൽ അർഖമിൽ സൂറത്തുർ റഹ്മാൻ അവതരിച്ച ദിവസം പ്രവാചകൻ ചോദിച്ചു, ഈ സൂറത്തുർ റഹ്മാൻ ആരുണ്ട് ഈ ഖുറൈശികൾക്കിടയിൽ, ആരുണ്ട് ആ അവിശ്വാസികൾക്കിടയിൽ പാരായണം ചെയ്തു കൊടുക്കാൻ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനുണ്ട് പ്രവാചകരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു, താങ്കളല്ല പോകേണ്ടത്, അവരെന്ന് സഹിക്കാൻ ഇബ്നു മസ്ഊദെ താങ്കളുടെ ദുർബലാവസ്ഥയ്ക്ക് കഴിയില്ല, അതുകൊണ്ട് താങ്കളല്ല പോകേണ്ടത്, ഞങ്ങൾ പോകാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, ഞാൻ തന്നെ അതിന് പോകും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുറൈശി കൂട്ടങ്ങൾക്കിടയിലേക്ക് കടന്നു ചെന്നിട്ട് ആ വിശുദ്ധ ഖുർആനിലെ വശ്യസുന്ദരമായ അർ-റഹ്മാൻ സൂറത്ത് പാരായണം ചെയ്തു കൊടുത്തു. ആ അർ-റഹ്മാൻ സൂറത്തിന്റെ പകുതിയോളം ആയത്തുകൾ ഓതി തീരുന്നതുവരെ അവരാ ശബ്ദമാധുര്യത്തിൽ മതിമയങ്ങി നിന്നുപോയി. അവസാനം ആ സൂറത്തുർ റഹ്മാനിന്റെ പകുതിയോളം ആയത്തുകൾ അവസാനിച്ചപ്പോൾ സുബോധം തിരിച്ചു കിട്ടി. അതിക്രൂരമായിട്ട് അവർ മർദ്ദിച്ചു, അതിക്രൂരമായി ഇബ്നു മസ്ഊദിനെ അവർ മർദ്ദിച്ചു. ബോധരഹിതനായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിലംപതിച്ചു. ബോധം തിരിച്ചു കിട്ടിയത് 3 ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു. 3 ദിവസങ്ങൾക്ക് ശേഷം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ ആളുകൾ പറഞ്ഞു, അന്നേ ഇബ്നു മസ്ഊദെ ഞങ്ങൾ പറഞ്ഞതല്ലേ പോകരുതെന്ന്, അന്നേ ഞങ്ങൾ പറഞ്ഞതല്ലേ വേണ്ടെന്ന്, എന്നിട്ട് എന്തിനാ താങ്കൾ പോയത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനുള്ള സ്നേഹം കൊണ്ട് അവരത് പറഞ്ഞപ്പോ കണ്ണുകൾ തുറന്നവരുടെ നേരെ നോക്കിക്കൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇബ്നു മസ്ഊദിനെ നിങ്ങൾ അനുവദിച്ചാൽ എവിടെയാണോ ഞാൻ ഓതി നിർത്തിയത് അതിന്റെ ബാക്കി ഇപ്പൊ പോയിട്ട് ഓതിക്കൊടുക്കാൻ ഇബ്നു മസ്ഊദ് തയ്യാറാണ് എന്ന് പറഞ്ഞ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റേക്ക് ത്യാഗോജ്ജലമായ ചരിത്രത്തിലേക്ക് സഹോദരങ്ങളെ, സഹോദരിമാളെ നമ്മൾ തിരിച്ചു പോകണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മദീനത്തെ റസൂലുള്ളാഹിന്റെ സമീപത്ത് കുറച്ച് സ്വഹാബികളുമായി ഇരിക്കുമ്പോൾ നബി തിരുമേനി ചോദിച്ചു, ആ മരത്തിൽ നിന്ന് റാഖിന്റെ കൊള്ളി എനിക്കാരാണ് പറിച്ചു കൊണ്ടുവന്ന് തരാനുള്ളത്? അത് കേട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആദ്യം എഴുന്നേറ്റോടി. അതിൽ നിന്ന് റാഖിന്റെ കൊള്ളിയും പറിച്ച് പ്രവാചകന്റെ സമീപത്തേക്ക് ഓടി വരുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഓട്ടം കണ്ടിട്ട് സഹാബികളൊക്കെ ചിരിക്കാൻ തുടങ്ങി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ നേരെ നോക്കി അവർ ചിരിക്കുന്നത് കണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അത്തൽഹഖൂന ബിഖദമി ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദിന്റെ കാലുകൾ കണ്ട് പരിഹസിച്ചുകൊണ്ടാണോ നിങ്ങൾ ചിരിക്കുന്നത്? അവർ പറഞ്ഞു, അല്ല നബിയെ, ആ ദുർബലനായ ആ ഉയരം കുറഞ്ഞ ആളുടെ ഓട്ടം കണ്ടില്ലേ, അദ്ദേഹത്തിന്റെ വരവിന്റെ സൗന്ദര്യം കണ്ടില്ലേ, അത് കണ്ടിട്ടാണ് ഞങ്ങൾ ചിരിച്ചത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ നേരെ നോക്കി ഉഹുദ് പർവ്വതത്തിന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ലോകത്തോട് പറഞ്ഞു, നാളെ പരലോകത്ത്, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഇബ്നു മസ്ഊദ് ഹാജരാക്കപ്പെടും, ഈ ഉഹുദ് പർവ്വതം ഹാജരാക്കപ്പെടും. ഉഹുദ് പർവ്വതം ഒരു തട്ടിലും ഇബ്നു മസ്ഊദിന്റെ കാലുകൾ മറുതട്ടിലും വെച്ചാൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ കാലിരിക്കുന്ന തട്ട് താന്നിരിക്കും, ഉഹുദ് പർവ്വതം ഇരിക്കുന്ന തട്ടുയർന്നിരിക്കും. ഉഹുദ് പർവ്വതത്തെക്കാളും കനം തൂങ്ങുക ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലുകൾക്കാണെന്ന് ലോകത്തോട് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവൊക്കെ കടന്നുപോയ സ്വർഗ്ഗത്തിലേക്ക് അല്പം ജീവിതത്തിലെ പ്രയാസങ്ങൾ സഹിച്ച് ഖുർആൻ ക്ലാസുകളിലും നന്മകളിലും ആദർശ പ്രബോധനങ്ങളിലും സ്കോഡ് വർക്കുകളിലും പരിപാടികളിലും ലഘുലേഖ വിതരണങ്ങളിലും കാസറ്റ് വർക്കുകളിലും ഒക്കെ പങ്കെടുത്ത് ഇതൊക്കെ നന്മകൾ ചെയ്ത് ഒരുപാട് നന്മകൾ നേടുന്ന സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന ആത്മാർത്ഥമായൊരു പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവേണ്ടത്. അതിനല്ലാഹു സർവാദിനാഥൻ നമുക്ക് അനുഗ്രഹം ചെയ്തു തരുമാറാകട്ടെ. അല്ലാഹുവേ, ഈ സംവിധാനം ഞങ്ങൾക്കൊരുക്കി തന്ന, ഈ സംവിധാനം ഞങ്ങൾക്കൊരുക്കി തന്ന ഞങ്ങളുടെ പണ്ഡിതന്മാർ, അവർക്ക് നീ ദീർഘായുസ് കൊടുക്കുകയും ആരോഗ്യവും ആഫിയത്തും നൽകുകയും ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഇനിയും ഇതുപോലുള്ള പഠന സംരംഭങ്ങൾ
സംരംഭങ്ങളിൽ പങ്കെടുക്കാനും ആദർശബോധമുള്ള ഒരു നല്ല സമൂഹമായി മാറാനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. രോഗം കൊണ്ട് വലയുന്ന ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് എല്ലാ വിധത്തിലുള്ള രോഗശാന്തിയും നീ നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പണ്ഡിതന്മാർ, കാരണവന്മാർ, മാതാപിതാക്കൾ, അവരെയെല്ലാം ഞങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെയും അവരെയും നീ ഒരുമിച്ച് ചേർക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, എല്ലാവിധത്തിലുള്ള റഹ്മത്തും ബർക്കത്തും ഈ ഒരു സംരംഭത്തിന് നീ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. ഈ ഒരു കൊല്ലക്കാലം ഞങ്ങൾ ഏറ്റെടുത്ത ഈ പ്രബോധന പ്രവർത്തനം വിജയകരമായി പൂർത്തീകരിക്കാൻ അവസരം തന്ന റബ്ബേ, ഇതിന്റെ പ്രതിഫലം മുഴുവൻ ഒന്നുപോലും നഷ്ടപ്പെടാതെ മുഴുവനായിട്ടും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇതിൽ ഈ പഠന സംരംഭത്തിൽ വിജയിച്ചൊന്നാം സമ്മാനത്തിന് അർഹനായ സഫ്വാൻ, ആ സഫ്വാന് ഞങ്ങളുടെ കൊച്ചനുജന് ദീർഘായുസ്സും ഇനിയും ഈ ഖുർആനിന്റെ സന്ദേശങ്ങൾ പഠിച്ച് ഇനിയും ഈ ആദർശ മുന്നേറ്റ പ്രബോധന പ്രചരണ രംഗങ്ങളിൽ ഞങ്ങളുടെ വയോധികരായ നേതാക്കന്മാർക്ക് പിന്നിൽ ആദർശബോധമുള്ള നല്ലൊരു സമൂഹമായി, നല്ലൊരു അവസ്ഥാവിശേഷത്തിൽ ജീവിതം സമർപ്പിക്കുന്ന ത്യാഗോജ്ജലമായ ഒരു പ്രവർത്തകനായി മാറാൻ അദ്ദേഹത്തെ അല്ലാഹുവേ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. ബഹുമാനരായ പണ്ഡിതന്മാരെ, സഹോദരി സഹോദരങ്ങൾ, വളരെ സന്തോഷകരമായ ഈ സായാഹ്നത്തിൽ സലഫി പ്രസ്ഥാനത്തിന്റെ ആദർശപരമായ മൗലികതയും പ്രത്യേകതകളും എന്താണെന്ന് പഠിക്കുവാനും മനസ്സിലാക്കുവാനുമാണ് നാം ഇവിടെ ഒന്നിച്ചിരുന്നിരിക്കുന്നത്.